നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സി പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ഫയൽ എഡിറ്റ് ചെയ്യാം, അതുപോലെ എങ്ങനെ ഒരു ഫയൽ റീഡ് ചെയ്യാമെന്നാണ്. സോ നമ്മൾ ഫയൽ ഹാൻഡ്ലിംഗ് ചെയ്യുന്നതിന് നമ്മൾ സി പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ് ഫയൽ എന്ന് പറയുന്നത്. സോ നമ്മൾ ഫയലുമായി ബന്ധപ്പെട്ട് റീഡ് ചെയ്യാനാണോ റൈറ്റ് ചെയ്യാനാണോ എന്താണെങ്കിലും നമ്മൾ ഈ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കേണ്ടതാണ്. ഇത് ഉപയോഗിച്ചതിൻ്റെ ശേഷം നമ്മൾക്കൊരു ഫയൽ പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഇത് നമ്മൾ ഫയൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇത് മെമ്മറിയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫയൽ പോയിൻ്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് ഇഷ്ടമുള്ള പേര് നൽകാം. സോ ഞാനിവിടെ $fp എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ fp എന്ന വേരിയബിൾ അതിനൊരു വാല്യൂ അസൈൻ ചെയ്യുന്നു. ആ വാല്യൂ എന്ന് പറയുന്നത് fopen എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. fopen ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫയൽ ഓപ്പൺ ചെയ്യുന്നതിനും അതുപോലെ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതിനും നമുക്ക് fopen ഫംഗ്ഷൻ ഉപയോഗിക്കാം. സോ ഉപയോഗിച്ച ശേഷം നമ്മൾ ഇതിൻ്റെ ബ്രാക്കറ്റിൽ ഫയൽ നെയിം കൊടുക്കുക. സോ ഞാനിവിടെ sample.txt ടെക്സ്റ്റ് ഫയലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കൊടുക്കുന്നു. ശേഷം ഒരു കോമ കൊടുത്ത ശേഷം നമുക്ക് 3 ഓപ്ഷനുകൾ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത്. പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതിന്, റൈറ്റ് ചെയ്യുന്നതിന് അതിന് W, പിന്നെ ഫയൽ റീഡ് ചെയ്യുന്നതിന് R, അതുപോലെ ഫയൽ എഡിറ്റ് ചെയ്യുന്നതിന് append എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട ഓപ്പറേഷനാണ് നമ്മൾ പഠിക്കുന്നത്. സോ നമ്മൾ ആദ്യമായി ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ നമ്മൾ കോമ കൊടുത്ത ശേഷം W എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം നമ്മൾ close എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ, ഇത് നമ്മുടെ ഫയൽ ക്ലോസ് ചെയ്യുന്നതിനാണ്. നമ്മളെപ്പോഴും ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായി അത് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഫയൽ കറപ്റ്റ് ആവാനും ഡാറ്റ ലോസ് ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവസാനമായി നമ്മുടെ ഫയൽ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞാൽ നമുക്കത് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. സോ close ബ്രാക്കറ്റിനുള്ളിൽ നമ്മുടെ ഫയൽ പോയിൻ്ററിൻ്റെ പേര് കൊടുക്കുക fp. സോ ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ ഈ ബ്രാക്കറ്റിൽ കാണാൻ കഴിയും sample.txt. ഇത് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ഫയലിൻ്റെ പേരാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇതെവിടെയാണ് ക്രിയേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന main.c എന്ന് പറയുന്ന ഈ ഫയൽ ഏത് ഫോൾഡറിലാണോ ആ ഫോൾഡറിലായിരിക്കും നമ്മുടെ പുതിയ ഫയൽ ക്രിയേറ്റ് ആവുന്നത്. സോ നമുക്ക് ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ സി പ്രോഗ്രാം ലേൺ സി ഇതിലാണ് നമ്മുടെ ഫയൽ ഉള്ളത്. സോ ഞാനിതിവിടെ സൈഡിൽ ഓപ്പൺ ആക്കി വെക്കാം. അപ്പോൾ റൺ ആവുന്ന സമയത്ത് നമുക്കിവിടെ പുതിയ ഫയൽ ക്രിയേറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഞാൻ ഈ പ്രോഗ്രാം റൺ ചെയ്യാൻ പോകുന്നു. റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഈ ഫയൽ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആയതാണ്. സോ നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്ന ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ആയി. ഫയലിനുള്ളിൽ നമ്മൾ യാതൊരു കണ്ടൻറ്റും കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ബ്ലാങ്ക് ഫയലാണ്. സോ സാമ്പിൾ എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ആയി. സോ നമുക്ക് ഇവിടെ അല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വേറെ ഏതെങ്കിലും ഡെസ്റ്റിനേഷനിൽ വേറെ ഏതെങ്കിലും ഫോൾഡറിൽ നമുക്ക് ഈ ഫയൽ സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ അതിൻ്റെ പാത്ത് കൊടുക്കേണ്ടതുണ്ട്. സോ നമുക്ക് ഡ്രൈവിൽ ഫയൽസ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമ്മുടെ പുതിയ ഫയൽ വേണ്ടതെങ്കിൽ നമുക്ക് ആ പാത്ത് ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. നമ്മളിവിടെ ഇതുപോലെ കോളൻ കൊടുത്ത ശേഷം 2 ഫോർവേഡ് സ്ലാഷ് കൊടുക്കുക. ശേഷം നമ്മുടെ ഫോൾഡർ നെയിം ഫയൽസ് ഒരു ഫോർവേഡ് സ്ലാഷ് കൊടുക്കുക. ശേഷം നമ്മളുടെ ഫയൽ നെയിം കൊടുക്കുക sample.txt. ഇനി ഞാൻ റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ഫോൾഡർ empty ആണ്. സോ റൺ ചെയ്യുമ്പോൾ അവിടെ ഫയൽ അവിടെ ക്രിയേറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഞാനിവിടെ പ്രോഗ്രാം റൺ ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ സാമ്പിൾ എന്ന് പറയുന്ന ഫയൽ ക്രിയേറ്റ് ആയി. സോ ഇതിൽ നമ്മൾ ഒന്നും എഴുതിയിട്ടില്ല. ഇനി നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാം. ഇത് നമുക്ക് അതിൽ എന്തെങ്കിലും കണ്ടൻറ്റ് റൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു ഫംഗ്ഷനാണ് printf എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. സോ ഞാനിവിടെ printf ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മളുടെ ഫയൽ പോയിൻ്റർ ആയ fp കോമ ശേഷം ഞാനിവിടെ ലേൺ സി പ്രോഗ്രാമിംഗ് എന്ന് കൊടുക്കുന്നു. ഇനി ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ആവുകയും ആ ക്രിയേറ്റ് ആയ ഫയലിനുള്ളിൽ ഈ ലേൺ സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് വരികയും ചെയ്യും. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയി. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഇതിൽ നിങ്ങൾക്ക് കാണാം ലേൺ സി പ്രോഗ്രാമിംഗ് എന്ന്. സോ ഞാനിവിടെ സ്ലാഷ് എന്ന് കൂടെ കൊടുക്കുന്നു. സോ ഞാനിവിടെ ഈ ലേൺ സി എന്നുള്ളത് ലേൺ പൈത്തോൺ എന്നാക്കി എന്ന് വെക്കുക. ലേൺ പൈത്തോൺ എന്നാക്കി ഞാൻ ഇത് റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നമ്മുടെ ലേൺ സി പ്രോഗ്രാമിംഗ് എന്ന് നമ്മൾ ആദ്യം ചെയ്തത് പോയിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ ഇവിടെ W കൊടുത്തത് കൊണ്ട് അത് ഓവർ റൈറ്റ് ആയതാണ്.
സോ നമുക്കിനി ഇതിനോട് കൂടെ ലേൺ സി പ്രോഗ്രാമിംഗ് എന്ന അടുത്ത ലൈനിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ചെയ്യേണ്ടത് W എന്നതിന് പകരം A ഒന്ന് കൊടുക്കുക. A എന്ന് പറഞ്ഞാൽ അപ്പൻഡ് നമ്മൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടി. സോ ഞാനിവിടെ ലേൺ പൈത്തോൺ എന്നുള്ളടത്ത് ലേൺ സി പ്രോഗ്രാമിംഗ് എന്ന് എഴുതി. സോ ഇനി ഞാൻ റൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലേൺ പൈത്തോൺ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ടെക്സ്റ്റ് അവിടെ നിന്ന് പോകുന്നതല്ല. അതിന് അടുത്ത ലൈനിലായിട്ട് നമുക്ക് ലേൺ സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് വരുന്നതാണ്. കാരണം നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പൻഡ് ആണ്, എ ആണ്. സോ W ആണെങ്കിൽ നമ്മൾ ഓവർ റൈറ്റ് ആവുന്നതാണ്. സോ ഞാനിത് റൺ ചെയ്യാം. റൺ ചെയ്താൽ നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ ആദ്യം സേവ് ചെയ്ത ലേൺ പൈത്തോൺ പ്രോഗ്രാമിംഗ്, പിന്നെ നമ്മൾ ചെയ്ത ലേൺ സി പ്രോഗ്രാമിംഗ്. ഇനി ഞാൻ ലേൺ ജാവ എന്ന് കൊടുത്ത് റൺ ചെയ്യുകയാണ്. സോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 വന്നതായി കാണാം. നമുക്കിനി ഒരു സ്റ്റുഡൻസിൻ്റെ പേരും അതുപോലെ അവരുടെ മാർക്കും അവരുടെ ടോട്ടലും നമ്മൾ ഈ പ്രോഗ്രാമിൽ എൻ്റർ ചെയ്ത് അത് നമ്മുടെ ടെക്സ്റ്റ് ഫയലിലോട്ട് സേവ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ നമുക്ക് ആദ്യമായി നമ്മൾ എൻ്റർ ചെയ്യുന്നത് നെയിമും അതുപോലെ മാർക്കും റിസൾട്ടുമാണ്. സോ നമുക്ക് 2 സ്ട്രിങ് വേണ്ടതുണ്ട്. സോ നെയിം റിസൾട്ട്, ഇത് 2 നമ്മുടെ സ്ട്രിങ് വേരിയബിൾ ആയിരിക്കും. പിന്നെ നമുക്കൊരു ഇൻറ്റിജർ വേരിയബിൾ ആവശ്യമുണ്ട്. സോ ഇൻറ്റ് മാർക്ക് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മുടെ ഫയൽ ഡാറ്റ ടൈപ്പ്, ശേഷം നമ്മുടെ ഫയൽ പോയിൻ്റർ നമ്മൾ FP എന്ന പേര് കൊടുക്കുന്നു. ഇനി വേണ്ട നമുക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ FP F ഓപ്പൺ. ഈ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പുതിയതായി ക്രിയേറ്റ് ചെയ്യുന്നതിനോ ആണ്. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫോൾഡറിലാണ്, F ഡ്രൈവിൽ ഫയൽസ് എന്ന് പറയുന്ന ഫോൾഡറിലാണ്. ഞാനിവിടെ F ഫയൽസ് student.txt എന്നാണ് ഫയലിൻ്റെ നെയിം കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻപുട്ട് ഡാറ്റ എൻ്റർ ചെയ്യാം. നമ്മളോട് ചോദിക്കും സ്റ്റുഡൻറ്റിൻ്റെ പേര്, മാർക്ക്, റിസൾട്ട് എന്താണെന്ന്. സോ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ printf എൻ്റർ നെയിം മാർക്ക് റിസൾട്ട്. സോ നമ്മൾ 3 ഒരുമിച്ചാണ് എൻ്റർ ചെയ്യുന്നത്. സോ നമ്മളത് scanf ഉപയോഗിച്ച് നമ്മുടെ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. ആദ്യമായി %s നെയിമാണ്, അടുത്തത് %d മാർക്കാണ്, പിന്നെ അടുത്തത് %s. നമുക്കതിൻ്റെ വേരിയബിൾ കൊടുക്കാം. ആദ്യമായി നെയിമാണ്. സോ നമ്മൾ നെയിം എൻ്റർ ചെയ്യുന്നു, കോമ, പിന്നെ മാർക്കാണ്, മാർക്ക് കൊടുക്കുന്നു, കോമ, പിന്നെ വരുന്നത് റിസൾട്ടാണ്. സോ നമ്മൾ റിസൾട്ട് എന്ന് ടൈപ്പ് ചെയ്യുന്നു. സോ നമ്മളത് ഇൻപുട്ട് എൻ്റർ ചെയ്തു, അത് നമ്മൾ റീഡ് ചെയ്തു, നമ്മൾ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് ഈ വേരിയബിളിൽ നിന്ന് നമ്മുടെ ടെക്സ്റ്റിലോട്ട് സേവ് ചെയ്യാം. സോ അതിന് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് printf എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സോ നമ്മൾ printf നമുക്ക് സേവ് ചെയ്യേണ്ടത് നെയിം മാർക്ക് റിസൾട്ടാണ്. സോ അതിനു മുമ്പ് നമ്മളിവിടെ ഫയൽ പോയിൻ്ററിൻ്റെ പേര് കൊടുക്കേണ്ടതുണ്ട്, FP കോമ. നമുക്ക് സേവ് ചെയ്യേണ്ടത് ആദ്യം നെയിം, പിന്നെ നമ്മളിവിടെ ഒരു \t കൊടുക്കുക. \t കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സേവ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒരു ടാബ് ഡിസ്റ്റൻസ് ആയിരിക്കും. അതായത് ഇപ്പോൾ സ്റ്റുഡൻറ്റ് നെയിമിൻ്റെയും സ്റ്റുഡൻറ്റ് മാർക്കിൻ്റെയും ഇടയിലൊരു ടാബ് ഡിസ്റ്റൻസ് കിട്ടുന്നതിന് നമുക്ക് ഈ \t കൊടുക്കാം. ശേഷം നമ്മൾ %d അത് മാർക്കിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു \t, പിന്നെ %s കോമ കൊടുത്ത ശേഷം നമ്മുടെ വേരിയബിൾ നെയിം എൻ്റർ ചെയ്യുക. ആദ്യമായി നെയിം, പിന്നെ വരുന്നത് മാർക്ക്, പിന്നെ വരുന്നത് റിസൾട്ട്. ഇപ്പോൾ നമ്മൾ ഫയലിലോട്ട് റൈറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മളിവിടെ F ഓപ്പൺ, ഇവിടെ നമ്മൾ റൈറ്റ് ചെയ്യാനുള്ള കമാൻഡ് കൊടുത്തിട്ടില്ല, അതിവിടെ കൊടുക്കുക, കോമ W എന്ന് കൊടുക്കുക, അത് മറക്കരുത്. സോ നമ്മളിവിടെ ഫയൽ റൈറ്റ് ചെയ്യാനുള്ള കോഡും എഴുതി കഴിഞ്ഞു. ഇനി ഇവിടെ ഫയൽ ക്ലോസ് ചെയ്യാനുള്ള ഫംഗ്ഷൻ എഴുതാം. fclose ഫയൽ പോയിൻ്റർ FP എന്ന് കൊടുക്കുക. ഇവിടെ ഒരു /n കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്റ്റുഡൻസിൻ്റെയും ഡീറ്റെയിൽസ് ഓരോ ലൈനിലായി വരുന്നതാണ്. സോ ഇവിടെ നമുക്കൊരു /n കൊടുക്കാം. ശേഷം സേവ് ചെയ്ത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമ്മുടെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയത് കാണാം. ഇനി നമുക്ക് ആദ്യം എൻ്റർ നെയിം മാർക്ക് റിസൾട്ട് 3 ഒരൊറ്റ ലൈനിൽ നമുക്ക് എൻ്റർ ചെയ്യാം.
സ്പേസ് ഉപയോഗിച്ച് സോ ആദ്യമായി അനിൽ സ്പേസ് മാർക്ക് 66 സ്പേസ് റിസൾട്ട് പാസ്ഡ് എൻ്റർ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. സോ നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം നമ്മൾ എൻ്റർ ചെയ്ത സ്റ്റുഡൻറ്റ് നെയിം അനിൽ. ഒരു സ്പേസ് ഡിസ്റ്റൻസ് നമുക്ക് വന്നു, കാരണം നമ്മളിവിടെ ഈ \t കൊടുത്തിരുന്നു. ശേഷം അവരുടെ മാർക്ക്, ശേഷം റിസൾട്ട്. ഓക്കെ, സോ അടുത്തതായി നമുക്ക് W മാറ്റി നമുക്ക് അപ്പൻഡ് കൊടുക്കാം, A കൊടുക്കാം. സോ നമ്മൾ ഇനി എൻ്റർ ചെയ്യുന്നത് അവിടെ ഇതിനോട് കൂടി, ഇപ്പോൾ അനിലിൻ്റെ ഡീറ്റെയിൽസിനോട് കൂടി അത് ആഡ് ചെയ്യുന്നതാണ്. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമ്മൾ ജോൺ സ്പേസ് 45 മാർക്ക്, ശേഷം റിസൾട്ട് ഫെയിൽഡ് എൻ്റർ ചെയ്യുന്നു. അതുപോലെ ഒരു ഡീറ്റെയിൽസും കൂടി കൊടുക്കുന്നു. അജിത് സ്പേസ് 77 സ്പേസ് റിസൾട്ട് പാസ്ഡ്. സോ നമുക്ക് ഈ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നമ്മൾ ചെയ്ത 3 ഡീറ്റെയിൽസ് അനിൽ, ജോൺ, അജിത്ത് ഇവിടെ കിട്ടി. ഇനി നമുക്ക് ഈ ഫയലിനുള്ളിലുള്ള ഈ ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെ C പ്രോഗ്രാമിങ്ങിലൂടെ റീഡ് ചെയ്യാമെന്ന് നോക്കാം. സോ ഞാനിതിവിടെ ക്ലോസ് ചെയ്യുന്നു. നമുക്കിപ്പോൾ 3 ഡീറ്റെയിൽസ് ഉണ്ട്, അനിൽ, ജോൺ, അജിത്ത്. സോ ഞാനിതിവിടെ ക്ലോസ് ചെയ്യുന്നു. ശേഷം ഞാൻ നമ്മുടെ പ്രോഗ്രാം ഇതുവരെ ഡിലീറ്റ് ചെയ്യുന്നു. ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. സോ നമ്മൾ ഇവിടെ ഈ A എന്ന് പറയുന്നത് മാറ്റിയിട്ട് അവിടെ R എന്ന് കൊടുക്കുക. R എന്ന് പറയുന്നത് നമ്മുടെ ഫയൽ റീഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ നമ്മൾ ഫയൽ റീഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് fscanf. ഈ ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഫയൽ പോയിൻ്റർ നെയിം കൊടുക്കുക fp. ശേഷം ഡബിൾ കോട്ട് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ഫയൽസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫയൽ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ആദ്യം പേര്, പിന്നെ മാർക്ക്, അതിനുശേഷം റിസൾട്ട് എന്നീ രീതിയിലാണ് വരുന്നത്. സോ നമുക്ക് അതേ രീതിയിൽ തന്നെ ഇത് റീഡ് ചെയ്യാം. ആദ്യം നമ്മൾ നെയിം റീഡ് ചെയ്യുന്നു, അത് %s, പിന്നെ %d മാർക്ക്, പിന്നെ റിസൾട്ട് %s. സോ ഈ ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ആദ്യം സ്റ്റോർ ചെയ്യുന്നത് നെയിമിലോട്ടാണ്, ശേഷം സ്റ്റോർ ചെയ്യുന്നത് മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് മാർക്ക് സ്റ്റോർ ചെയ്യുന്നത്. അടുത്തത് സ്റ്റോർ ചെയ്യുന്നത് റിസൾട്ടിലോട്ടാണ്. സോ നമ്മൾ fscanf ഉപയോഗിച്ച് നമ്മുടെ ഡീറ്റെയിൽസ് റീഡ് ചെയ്ത് കഴിഞ്ഞു ഫയലിൽ നിന്നും. ഇനി അത് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. സോ നമ്മളിവിടെ printf. സോ ആദ്യമായി നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത് നെയിം, മാർക്ക്, റിസൾട്ട് അങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യുന്നത്. സോ %s, %d, %s, നെയിം, മാർക്ക്, റിസൾട്ട്. സോ നമുക്കിവിടെ ഒരു \t കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടാബ് ഡിസ്റ്റൻസ് കിട്ടുന്നതാണ്. സോ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം സ്പേസോട് കൂടി നല്ല അനുയോജ്യമായ രീതിയിലായിരിക്കും അത് പ്രിൻ്റ് ചെയ്യുന്നത്. ശേഷം നമുക്കൊരു ലൈൻ ബ്രേക്കും കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം അനിൽ 66 പാസ്ഡ് എന്ന് പറയുന്ന ആ ഫയലിൽ നിന്നുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫയലിൽ 3 ലൈൻസ് ഉണ്ട്. അനിൽ, ജോൺ, അജിത്ത് എന്നീ 3 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. സോ നമുക്കിപ്പോൾ കിട്ടിയത് 1 മാത്രമാണ്. സോ നമ്മളിങ്ങനെ ഫംഗ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലൈൻ മാത്രമാണ് നമുക്ക് റീഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ അതുകൊണ്ട് നമ്മളിവിടെ ഒരു വൈൽ ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടി വരും. സോ നമ്മൾ വൈൽ ലൂപ്പ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ശേഷം ഈ fscanf എന്ന് പറയുന്ന ഈ കോഡ് കോപ്പി ചെയ്ത് വൈൽ ലൂപ്പിൻ്റെ ഈ ബ്രാക്കറ്റിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുക. സോ ഇത് നമുക്ക് ഇനി ഡിലീറ്റ് ചെയ്യാം, ഇതിൻ്റെ ആവശ്യമില്ല. ശേഷം ഇവിടെ വന്നതിന് ശേഷം എക്സ്ക്ലമേഷൻ = എന്ന് കൊടുക്കുക. അതിനർത്ഥം നോട്ട് ഈക്വൽ ടു എന്നാണ്. സോ നമ്മൾ ഒരു സിമ്പിൾ ഉപയോഗിക്കണം, EOF എന്ന് പറയുന്നത് എൻഡ് ഓഫ് ഫയൽ എന്നാണ്. സോ നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ വൈൽ ലൂപ്പിൻ്റെ ബ്ലോക്കിനുള്ളിൽ എഴുതുന്ന കോഡ്, സോ ഈ കോഡ് ഉദ്ദേശിക്കുന്നത് എൻഡ് ഓഫ് ഫയൽ അല്ലെങ്കിൽ എന്നാണ്. സോ നമ്മുടെ ഈ ഒരു കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലിലെ മുഴുവൻ കണ്ടൻറ്റും പ്രിൻ്റ് ചെയ്യുന്നത് വരെ ഈ വൈൽ ലൂപ്പ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. നമുക്കിതൊന്ന് ഇനി പ്രിൻ്റ് ചെയ്ത് നോക്കാം. സോ ഞാൻ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നു. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്ക് 3 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയത്. സോ ഇത്തരത്തിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇതുപോലെ വൈൽ ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. സോ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നമുക്ക് കിട്ടും. സോ നമ്മുടെ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഡീറ്റെയിൽസ് ഒന്നുകൂടി കോപ്പി ചെയ്തു, ഇതുപോലെ വീണ്ടും ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 6 ഡീറ്റെയിൽസ് ആയി.
സോ ഞാനിത് സേവ് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ റൺ ചെയ്താൽ നമുക്ക് 6 ഡീറ്റെയിൽസും കാണാൻ കഴിയും. സോ നിങ്ങൾക്കിവിടെ കാണാം. സോ നമുക്ക് ഈ വൈൽ ലൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ EOF സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫയലിലെ മുഴുവൻ കണ്ടൻറ്റും നമുക്ക് റീഡ് ചെയ്യാൻ കഴിയും.